ഇന്ത്യൻ T20 ടീമിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് BCCI. T20 ലോകകപ്പ് കിരീടത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. സൂര്യകുമാർ യാദവ് ഈ IPL സീസണിൽ നടത്തിയ മോശം പെർഫോമൻസ് ആണ് സെലക്ഷൻ കമ്മിറ്റിയെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. സൂര്യകുമാറിന് പകരം T20യിൽ ആരാകും അടുത്ത നായകൻ? അഭ്യൂഹങ്ങൾ എല്ലാം പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറിലേക്കാണ് വന്നിരിക്കുന്നത്. 2028 ലോകകപ്പും ഒളിമ്പിക്സും വരെ ക്യാപ്റ്റനായി തുടരാൻ 35-കാരനായ സൂര്യകുമാർ യാദവ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സെലക്ടർമാർക്ക് അനുകൂല നിലപാടല്ല ഉള്ളത്. രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യയെ നയിച്ച സൂര്യകുമാറിന് കീഴിൽ ഒരു T20 പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല. ഏഷ്യ കപ്പിൽ കിരീടം നേടുകയും T20 ലോകകപ്പിൽ കിരീടം നിലനിർത്തുകയും ചെയ്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവ് കാട്ടുമ്പോഴും സൂര്യയുടെ വ്യക്തിഗത ഫോമാണ് കടുത്ത തീരുമാനമെടുക്കാൻ സെലക്ടർമാരെ നിർബന്ധിതരാക്കിയിരിക്കുന്നതെന്നാണ് കരുതുന്നത്. IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി 10 മത്സരങ്ങളിൽ നിന്ന് വെറും 195 റൺസ് മാത്രമാണ് സൂര്യയ്ക്ക് നേടാനായത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ കിരീടം നേടിയപ്പോൾ 9 ഇന്നിംഗ്സിൽ നിന്ന് 242 റൺസ് നേടിയെങ്കിലും ഇതിൽ 84 റൺസും അമേരിക്കയ്ക്കെതിരെ ആയിരുന്നു. ഫൈനലിൽ അടക്കം വലിയ ടീമുകൾക്കെതിരെ സമ്മർദ്ദ ഘട്ടത്തിലൊന്നും സൂര്യയ്ക്ക് മികവ് കാട്ടാനായില്ല. എന്നാൽ 2 വർഷത്തോളമായി T20 ടീമിന് പുറത്തായിരുന്ന ശ്രേയസ് അയ്യർ IPLലെ തകർപ്പൻ പ്രകടനവും ക്യാപ്റ്റൻസിയുമാണ് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. IPLൽ ഈ സീസണിൽ പഞ്ചാബ് കിങ്സിനെ നയിക്കുന്ന ശ്രേയസ് ആദ്യ 7 മത്സരങ്ങളിൽ 6ലും ടീമിനെ ജയിപ്പിച്ചു. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 333 റൺസുമായി ശ്രേയസ് ബാറ്റിംഗിലും തിളങ്ങി നിൽക്കുന്നു. ജർമ്മൻ കരുത്തരായ ബയേൺ മ്യൂണിക്കിനെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ PSG തുടർച്ചയായ 2ാം വർഷവും യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. അലിയൻസ് അരീനയിൽ നടന്ന സെമി ഫൈനൽ 2ാം പദത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു. 2 പാദങ്ങളിലുമായി 6-5 എന്ന അഗ്രിഗേറ്റ് സ്കോറിലാണ് PSG ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഈ മാസം 30-ന് ബുഡാപെസ്റ്റിൽ നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലാണ് PSG-യുടെ എതിരാളികൾ. പാരീസിൽ നടന്ന ആദ്യ പാദത്തിൽ 5-4 മുന്നിലായിരുന്നു ലൂയിസ് എൻറിക്കയുടെ ടീം. 2ാം പാദത്തിന്റെ 3ാം മിനിറ്റിൽ തന്നെ ലീഡ് വർദ്ധിപ്പിച്ചു. കിച്ച ക്വാറത്സേലിയ നൽകിയ മനോഹരമായ പാസ് വലയിലെത്തിച്ച് ഒസ്മാൻ ഡെംബലെ PSG നിരയിൽ ആവേശം നിറച്ചു. അതോടെ അഗ്രിഗേറ്റ് സ്കോർ 6-4 എന്നായി ഉയർന്നു. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ സൂപ്പർ താരം ഹാരി കെയ്ൻ ബയേണിയനായി ഒരു ഗോൾ മടക്കിയെങ്കിലും ഫലം കണ്ടില്ല. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തിക്കാൻ ഒരു ഗോൾ കൂടി ആവശ്യമായിരുന്ന ബയേണിന് PSG-യുടെ പ്രതിരോധം മറികടക്കാനായില്ല. 1990-ൽ SC മിലാൻ കിരീടം നിലനിർത്തിയ ശേഷം ചാമ്പ്യൻസ് ലീഗ് കിരീടം തുടർച്ചയായി 2ാം തവണയും സ്വന്തമാകുന്ന ടീമെന്ന നേട്ടമാണ് PSG ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം ഇന്റർ മിലാനെ തോൽപ്പിച്ച് ഇതേ അലയൻസിൽ അരീനയിലായിരുന്നു PSG തങ്ങളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയത്. 2ാം പകുതിയിൽ ക്വാറത്സേലിയ, ഡെസിറെ ഡൌവ് എന്നിവരുടെ ഉറച്ച ഗോളെന്ന് തോന്നിപ്പിച്ച നീക്കങ്ങൾ ബയേൺ ഗോൾ കീപ്പർ മാനുവൽ നോയർ തടഞ്ഞ് ജർമ്മൻ ക്ലബിന്റെ തോൽവി ഭാരം കുറച്ചു. തോൽവിയിലും ആശ്വാസമായി ഹാരി കെയ്ൻ ഈ സീസണിലെ തന്റെ 14ാം ചാമ്പ്യൻസ് ലീഗ് ഗോൾ കണ്ടെത്തി. 2020-ൽ PSG-യെ തോൽപ്പിച്ച് കിരീടം നേടിയ ശേഷം ബയേണിന് ഇതുവരെ ഫൈനലിലെത്താൻ കഴിഞ്ഞിട്ടില്ല. റഫറി തീരുമാനങ്ങളിലെ അതൃപ്തിയും ടീമിന് തിരിച്ചടിയായി. ഈ മാസം 30-ന് ബുഡാപെസ്റ്റിലെ പുസ്കാസ് അരീനയിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ആഴ്സണലിനെ കീഴടക്കി ചരിത്രം കുറിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് PSG.